അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ തരം approximation method ആണ്. Okay, so the other two are one is the perturbation theory and another one is the WKB approximation. അപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് the variational principle. Okay, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എന്താണ് വേരിയേഷൻ പ്രിൻസിപ്പിൾ? ഓഫ് കോഴ്സ് ദിസ് ഇസ് എൻ അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പം എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസുകൾക്കല്ലല്ലോ നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. എന്താണ് ഈ മെത്തേഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ So this is basically used. I will first of all mention the importance of the variation principle. Okay. ഒന്ന് പറയുന്നത് ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഇതിൻ്റെ ഉപയോഗങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന് പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഹാമിൽട്ടോണിയൻ എക്സാക്ട്ലി സോൾവബിൾ ആണെങ്കിൽ അതിനോട് ചെറിയ അഡീഷൻസ് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കറക്ഷൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക. WKB എന്ന് പറയുന്നത് if the potential is varying very slowly with respect to the wavelength, then we can imagine the wave function is almost just like whatever the E is less than V of x or greater than V of x എന്ന് വരെ ചെയ്യാം. അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു അൺനോൺ ഹാമിൽട്ടോണിയൻ്റെ അപ്പർ ബൗണ്ട് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ടു ഫൈൻഡ് ദി അപ്പർ ബൗണ്ട് ഓഫ് ദി ground state energy of an unknown of a particular Hamiltonian. Particular Hamiltonian sense it's not exactly solvable. Okay. Okay. So ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാരിയേഷൻ പ്രിൻസിപ്പിൾ ടു ഗെറ്റ് ദി അപ്പർ ബൗണ്ട് ഓഫ് EG ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് സപ്പോസ് യു ഹാവ് എ ഹാമിൽട്ടോണിയൻ ദാറ്റ് ഈസ് എച്ച് എന്ന് പറയുന്നൊരു ഹാമിൽട്ടോണിയൻ ഉണ്ട്. ഓക്കെ, ആൻഡ് സം ഹാമിൽട്ടോണിയൻ മേ ബി ഫോർ എക്സാമ്പിൾ ഐ എം റൈറ്റിംഗ് ഇറ്റ്സ് px square upon 2m പ്ലസ് സം ആൽഫ എക്സ് ടു ദ പവർ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ആൽഫ എക്സ് ടു ദ പവർ 4 നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആൽഫ എക്സ് സ്ക്വയർ ഓക്കെ നമുക്ക് അറിയാം. ഓക്കെ, സോ ആൽഫ എക്സ് ടു ദ പവർ 4 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഏകദേശം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഗസ് ചെയ്യാം. ദാറ്റ് ഇസ് എ ബൗണ്ട് സ്റ്റേറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഗോസ് ലൈക്ക് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഹാർമോണിക് ഓസിലേറ്ററിനെക്കാട്ടി കുറച്ചും കൂടെ ഷാർപ്പ് ആൻഡ് പീക്ക് ആയിട്ടുള്ള ഒരു ബൗണ്ട് സ്റ്റേറ്റ് സിസ്റ്റം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ദിസ് ഷുഡ് ബി എക്സാക്ട്ലി സോൾവബിൾ ഇൻ സം മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റി കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ എന്തായാലും ഈ എച്ചിന് അത് സോൾവ് ചെയ്താൽ നമുക്ക് എ സെറ്റ് ഓഫ് psi n-കൾ കിട്ടും. ഓക്കെ, and a set of energies En-കൾ കിട്ടും. Okay, so that is for sure, and we can have a basis with the psi n's and the energy eigenvalues so that you can express any state of the system as the linear superposition of these psi n's. Okay, ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദി മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റി നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഈ പറയുന്ന സ്റ്റേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ആക്ച്വലി വി യൂസ് ദി വാരിയേഷൻ പ്രിൻസിപ്പിൾ ടു ഫൈൻഡ് ദി അപ്പർ ബൗണ്ട് ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ പർട്ടിക്കുലർ ഹാമിൽട്ടോണിയൻ. ദാറ്റ് ഹാമിൽട്ടോണിയൻ ഇസ് നോട്ട് എക്സാക്ട്ലി സോൾവബിൾ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് എച്ച് ഇസ് ഈക്വൽ ടു സം കൈനറ്റിക് എനർജി പ്ലസ് സം ആൽഫ എക്സ് ടു ദി പവർ 4. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവും എന്നും അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഐഗൺ ഫംഗ്ഷൻസ് ഉണ്ടാവും, എനർജികൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് ദർ ഈസ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ ഫംഗ്ഷൻസ് ഫോർ സിസ്റ്റം, പക്ഷേ വി ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇതിന് പറ്റുന്ന ഒരു വേവ് ഫംഗ്ഷൻ അങ്ങ് അസ്യൂം ചെയ്യണം. ഓക്കെ, ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാം. ആ അസ്യൂം ചെയ്യുന്ന വേവ് ഫംഗ്ഷനെ നമ്മൾ വിളിക്കുക psi
ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഈ ട്രയൽ വേവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത ദാറ്റ് ഷുഡ് ബി എ നോർമലൈസബിൾ വേവ് ഫംഗ്ഷൻ, അതായത് ഈ രണ്ട് സൈഡിലേക്കും എൻഡ് ചെയ്യുന്ന പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ആവണോ ഷേപ്പ് എന്നുള്ള യാതൊരു നിർബന്ധമില്ല. വാട്ട് ബേസിക് ഐഡിയ ഈസ് ഒരു ബൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ, അതായത് ഇൻഫിനിറ്റികളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഡൈസ് ഡൗൺ ചെയ്യണം, ഇവിടെയും. ആൻഡ് വാട്ട് എവർ ബി ദ ഷേപ്പ് ഹിയർ, ഇറ്റ് ഡസൻ മാറ്റർ. അപ്പം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷനാണ്. എപ്പോഴും നമ്മൾ എടുക്കുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ട്രയൽ വേവ് ഫംഗ്ഷനാണ് എടുക്കുക. ദാറ്റ് ഇസ് വാട്ട് വി കോൾ എ ഗോഷിയൻ ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഡസൻ മാറ്റർ, ഇപ്പം നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, എന്നിട്ട് വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ എം സ്ട്രേറ്റ് അവേ കാൽക്കുലേറ്റിംഗ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എച്ച് വിത്ത് ദാറ്റ് സൈഡ് ട്രയൽ. ഇത് കണ്ടുപിടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐ എം നോട്ട് എക്സാക്ട്ലി സോൾവിങ് ദ ഹാമിൽട്ടോണിയൻ, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ സൈഡ് ട്രയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിസിൽ കിടക്കുന്ന ഒരു വേവ് ഫംഗ്ഷനാണ്. ഓക്കെ, അതായത് ഈ എച്ചിന് എക്സാക്ട്ലി സോൾവ് ചെയ്താൽ കിട്ടുന്ന ഈ സൈഎന്നുകൾ സ്പാൻ ചെയ്യുന്ന ഒരു ഹിൽബർട്ട് സ്പേസ് ഉണ്ട് അല്ലേ? ആ ഹിൽബർട്ട് സ്പേസിൽ ഏത് വേവ് ഫംഗ്ഷനെയും നിങ്ങൾക്ക് ഈ വേവ് ഫംഗ്ഷനുകളുടെ ലീനിയർ സൂപ്പർ പൊസിഷൻ ആക്കി എഴുതാം എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ്നെസ്. ഓക്കെ, അപ്പോൾ ആ കംപ്ലീറ്റ്നെസ് പ്രകാരം എനിക്ക് ഈ സൈഡ് ട്രയലിനെയും എങ്ങനെ എഴുതാം? സം ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം സമ്മേഷൻ ഓവർ എൻ സം ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈ എൻ എന്ന് എഴുതാം. ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് ആർ ദ സി എൻസ് ആൻഡ് സൈ എൻസ്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഐ ക്യാൻ റൈറ്റ്. ഓക്കെ, ഈ സൈ എന്നുകൾ ആരാണ്? എക്സാക്ട്ലി ഈ എച്ചിൻ്റെ ഐഗൺ ഫംഗ്ഷനുകളാണ്. എന്ന് വെച്ചാൽ എച്ച് ആക്ടിങ് ഓൺ ദീസ് സൈ എൻസ് ഗിവ്സ് ഇ എൻ ടൈംസ് psi n. ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, സോ എക്സ്പ്ലിസിറ്റ്ലി ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ psi n, വാട്ട് ആർ ദ വാല്യൂസ് en എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ഉണ്ടാവുമെന്നും ഐഗൺ വാല്യൂസ് ഉണ്ടാവുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ, ആ ട്രയൽ വേവ് ഫംഗ്ഷൻ എനിക്ക് ഇഷ്ടമുള്ള, ഐ നോ ഇറ്റ്സ് ഫംഗ്ഷണൽ ഫോം. ഓക്കെ, ഉദാഹരണത്തിന് ഈ ട്രയൽ വേവ് ഫംഗ്ഷൻ ഗോഷ്യൻ ആണ് ഞാൻ എഴുതുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ എങ്കിൽ ആ ട്രയൽ വേവ് ഫംഗ്ഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഐ ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് a ടൈംസ് e to the power minus bx square എന്നുള്ള ഫോമിലായിരിക്കും ആ ഫംഗ്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ട്രയൽ വേവ് ഫംഗ്ഷൻ്റെ ഫംഗ്ഷണൽ ഫോം എനിക്കറിയാം. അത് ഏത് തരത്തിലുള്ള ട്രയൽ വേവ് ഫംഗ്ഷൻ ആണെങ്കിലും ഈ സൈ എൻ ബേസിസുകളുടെ കംപ്ലീറ്റ്നെസ് കൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ക്യാൻ പ്ലഗ് ഇറ്റ് ബാക്ക് ഹിയർ. ഇപ്പോൾ ഇവിടുത്തെ എച്ചിന് പകരം ഞാൻ ഇത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഐ എം റീറ്റെയിനിങ് ദി എച്ച് ഹിയർ, എച്ച്. ഓക്കെ, സൈഡ് ടിക്ക് പകരം ഐ എം റൈറ്റിംഗ് ഇറ്റ് സമ്മേഷൻ ഓവർ എൻ Cn psi n. Okay, and the corresponding bra vector I can write summation over some other index, some m cm, അല്ലെങ്കിൽ നിങ്ങൾ n തന്നെ എഴുതിയാലും വിരോധമില്ല. summation over n cn star psi. Okay, so can since it's inside the bracket I have to write simply psi n because it's in the ket bracket. ketനെ പുറത്തേക്ക് എഴുതുകയാണെങ്കിൽ മാത്രം cn star എഴുതിയാൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ എച്ചിനെ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാം അല്ലേ? ആക്ട് ചെയ്ത് എന്താ കിട്ടുക? എച്ച് ഓരോന്നിൻ്റെ സൈ എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ എന്നുകൾ കിട്ടും. ഓക്കെ, സോ ഐ എം കാൽക്കുലേറ്റിംഗ് ദിസ് ഈസ് ഈക്വൽ ടു the next step. ഇവിടെ സമ്മേഷൻ ഓവർ എൻ സി എൻ സൈ എൻ. എച്ച് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഇ എൻ ടൈംസ് ദ സെയിം ഇ എൻ സി എൻ side. Exactly, then you will have en. En is just a scalar and you can pull out this en outside. En into ഇവിടെ ഇത് n ഇവിടുന്ന് 0 1 2 3 എല്ലാം പോവും, ഇവിടെയും 0 1 2 3 എല്ലാം പോവും. അതുകൊണ്ട് ഇതിൽ ഏത് തരം ഇന്നർ പ്രൊഡക്റ്റുകളെ അവശേഷിക്കുകയുള്ളൂ? ഉദാഹരണത്തിന് since this is orthonormal, this psi n, we have psi n psi m which is equal to delta nm. ഓക്കെ, ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്നിന് ഞാൻ സമ്മേഷൻ പോയി n psi 0 ആവുന്ന സമയത്ത് ഇപ്പുറത്തും ഉള്ള psi 0 എന്നുള്ള ടേം മാത്രമേ എന്തുണ്ടാവുള്ളൂ? 1 ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള psi 0 വിത്ത് 1 0 വിത്ത് 2 എല്ലാ ടേമുകളും എന്താവും? 0 ആയി പോകും. psi 0 psi 1 will be 0, psi 0 psi 2 will be 0 etc. ഓക്കെ, ഇനി എന്നിന് രണ്ടാമത്തെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്തോ psi 1 psi 0 എന്ന് പറയുന്ന ടേം ഉണ്ടാവും, അത് 0 ആയിരിക്കും.
ആരുണ്ടാവും? psi1 പറയുന്ന ടേം ഉണ്ടാവും, 1 ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഒരേ n വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n psi n. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ. ദിസ് ഈസ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് h വിത്ത് റെസ്പെക്ട് ടു ദിസ് psi t. ഞാൻ അടുത്ത പേജിലേക്ക് ഒന്നുകൂടെ എഴുതാം ഇതിനെ. ദാറ്റ് ഈസ് വാട്ട് വി ഗോട്ട് ഈസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് h. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കാം, വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. കേൾക്കുന്നില്ലേ? ഒന്ന് മറുപടി പറഞ്ഞാൽ മൈക്ക് ഓൺ ചെയ്തിട്ട്. ഓക്കെ, ദിസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n cn en, and of course the inner product of psi n with psi n is definitely 1. അപ്പോൾ ഇത്രയും ഭാഗമായിട്ട് പോയി. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ബേസിക്കലി, സപ്പോസ് n സ്റ്റാർട്ടിങ് ഫ്രം 0 or 1 വാട്ട് എവർ ബി, മേ ബി ദിസ് ഇസ് സം c0 e0 പ്ലസ് c1 e1 പ്ലസ് സം c2. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഐ മേക്ക് എ മിസ്റ്റേക്ക്. ഇവിടെ ഇതിൽ നിന്നും ഒരു cn പുറത്തേക്ക് വരും, ഇതിൽ നിന്നും ഒരു cn പുറത്തേക്ക് വരും അല്ലേ? 2 cnകളുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് യു ഹാവ് എ മോഡുലസ് ഓഫ് cn സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഒരു cn സ്റ്റാർ പുറത്തേക്ക് വരും, ഇവിടുന്ന് ഒരു cn പുറത്തേക്ക് വരും. സോ യു ഹാവ് എ cn സ്റ്റാർ സ്ക്വയർ, നോട്ട് എ സിംഗിൾ cn കേട്ടോ. ഞാൻ നേരത്തെ തെറ്റിപ്പോയാണ്. ബാക്കിയല്ല ഓക്കെ, en മാത്രം വന്നു, sin വന്നു. സോ 1 cn ഫ്രം cn star from here and 1 cn from here, so that you have a modulus of cn square. So this is basically not cn, but it is modulus of cn square. So that is c0 square, c1 square, c2 square, e2 plus etc. Okay. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ, E1ന്റെ എനർജി E0 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. E0 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ഓക്കെ, ഇത് അതിനേക്കാൾ കൂടിയ എനർജിയാണ്. നമ്മൾ പറയാം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി. ദിസ് ഈസ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഉദാഹരണത്തിന് E0 എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടിയതായിരിക്കും. മേ ബി ദിസ് ഇസ് 3 ഇലക്ട്രോൺ. ദിസ് ഇസ് ഓക്കെ. ഓക്കെ, സപ്പോസ് അത് ഞാൻ 1 ആണെങ്കിൽ പറ്റും, 2 ആവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് 1-നേക്കാട്ടി കൂടിയ വാല്യൂ ആയിരിക്കും അടുത്തത്, അതിനെക്കാട്ടി കൂടിയ വാല്യൂക്ക് അടുത്തത്. ഓക്കെ, സപ്പോസ് ഈ ഉള്ള എനർജികളെയൊക്കെ E1-നെയും E2-നെയും എല്ലാവരെയും ഞാൻ ഗ്രൗണ്ട് സ്റ്റേറ്റിനോട് ഇക്വേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 3 സ്റ്റേറ്റുകളാണെങ്കിൽ നോക്കുക, ഇത് 1 + 2 + 3, ഏകദേശം ഈ C1-ന്റെ വാല്യൂ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 3 2 5 ഒന്ന് 6 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ സാധനം ഇവിടെ കിടപ്പുണ്ടെങ്കിൽ അതിന് പകരം E01 E1-നെയും ഞാൻ 1 ഇലക്ട്രോൺ വോൾട്ട് എഴുതി, E2-നെയും ഞാൻ എന്തെഴുതി 1 ഇലക്ട്രോൺ വോൾട്ട് എഴുതി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് 3 അല്ലേ? 3 എന്ന് പറയുന്നത് ആരെക്കാട്ടിലും കുറവാണ്? 6-നെക്കാട്ടിലും കുറവാണ്. ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, സപ്പോസ് ഇവിടെയുള്ള എല്ലാ എനർജികളും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജികളാണെങ്കിൽ, കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിയും നിർബന്ധമായിട്ടും കുറവായിരിക്കും. ഓക്കെ, ശരിയല്ലേ? ഇവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ ഇപ്പോൾ 6 ആണ്, അതിന് പകരം ഞാൻ 1 1 1 കൊടുത്താൽ 3 ആണ് അല്ലേ? അപ്പം എല്ലാം ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഈ വാല്യൂ എന്തായിരിക്കും? ഇതിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് മൈ അസംഷൻ ഈസ്. സോ ഐ ആം റൈറ്റിംഗ് ഇറ്റ് ദി psi t h psi t will be definitely greater than or equal to, ഓക്കെ, എല്ലാറ്റിനും E0 ഈ ഗ്രൗണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഞാൻ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ E0-നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വാട്ട് ഐ ഹാവ് ഇസ് മോഡുലസ് ഓഫ് C0 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് C1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് C2 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ എന്താണ്? അക്കോർഡിംഗ് ടു ദ നോർമലൈസേഷൻ ദിസ് ഈസ് ഈക്വൽ ടു E0, ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n മോഡുലസ് ഓഫ് Cn സ്ക്വയർ. ഓക്കെ, എന്താണ് ഇതിൻ്റെ വാല്യൂ? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നോർമലൈസേഷൻ പ്രകാരം എന്താ വരിക? ഈ കോഎഫിഷ്യൻസിൻ്റെയൊക്കെ സമ്മ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ പ്രോബബിലിറ്റി.
എത്ര വരും? 1. Okay, so I can bring it down to 1. Okay, so ആ ഭാഗം പോയി. സോ എന്താണ് എൻ്റെ അസംഷൻ? എനിക്ക് കിട്ടുന്ന ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ സൈ ടി വെച്ച് ഞാൻ എച്ചിനെ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്താൽ അത് നിർബന്ധമായും നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. കൂടുതലോ ഈക്വലോ ആയിരിക്കും. എപ്പോഴാണ് ഈക്വൽ ആവുകയെന്നറിയോ? ഇവിടെ ഇതൊരു സൂപ്പർ പൊസിഷൻ അല്ല. ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രൗണ്ട് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എക്സാക്ട്ലി ഈക്വൽ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. അല്ലാത്ത പക്ഷമൊക്കെ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ, തിരിച്ചു പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന വാല്യൂവിനേക്കാളും കുറവായിരിക്കില്ല നമ്മുടെ കൂടുതലായിരിക്കില്ല നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. എന്നോട് പറയാം, ഇങ്ങനെ ട്രയൽ വേവ് ഫംഗ്ഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെക്കാട്ടിയും കൂടിയതായിരിക്കില്ല ഒരിക്കലും എന്ത് നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്കില്ലേ, എന്തായിരുന്നു ആ വാക്ക്? ദാറ്റ് ഈസ് ദി അപ്പർ ബൗണ്ട് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പർ ബൗണ്ട് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ആ പറഞ്ഞ വാക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഐ വിൽ എക്സ്പ്ലെയിൻ അഗെയിൻ. നമുക്ക് ഇപ്പുറത്ത് ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് psi t h. Psi t will be always greater than or equal to E ground state. ഓക്കെ, സോ ഏത് ട്രയൽ വേവ് ഫംഗ്ഷൻ നിങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കില്ല എന്ത് നിങ്ങളുടെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി തന്നെ എഴുതാം. The actual ground state energy will be definitely smaller than or equal to the expectation value with the trial wave function. ഓക്കെ, ഇനി എപ്പോഴാണ് ഇത് ഈക്വൽ ടു ആവുക? ഓക്കെ, ദിസ് ഈസ് ഈക്വൽ when the trial wave function is exactly the ground state wave function. Equal when the trial wave function is the same ground state wave function. Ground state wave function തന്നെ ആവുന്ന സമയത്ത് okay, the actual ground state energy will be definitely smaller than or equal to the expectation value. Okay, with the trial wave function. This is equal when the trial wave function is the same ground state wave function. Okay, അപ്പോൾ നമുക്ക് വി ആർ എവറി ഫ്രീഡം ടു ചൂസ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ. അത് വെച്ച് കിട്ടും. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ട്രയൽ വേവ് ഫംഗ്ഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനിൽ നിന്ന് അകന്നു പോകുന്നോ അത്രത്തോളം നമുക്ക് എനർജി കൂടിക്കൊള്ളും. ഉദാഹരണത്തിന് ഒരു സ്റ്റേറ്റിൻ്റെ എച്ച് എന്ന് പറയുന്ന ഒരു ഹാമിൽട്ടോണിയൻ ഉണ്ട്. ആ ഹാമിൽട്ടോണിയൻ്റെ ഇപ്പം ഉദാഹരണം പറയാണ് ഞാൻ, ശരിക്കുമുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi 1 ആണ്. അത് കറസ്പോണ്ടിങ് ആയ എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്നിരിക്കട്ടെ. ഓക്കെ, പക്ഷേ ഞാനൊരു സൈഡ് ട്രയൽ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ എച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തൊക്കെ വാല്യൂ കിട്ടാം? ഓക്കെ, ഐ എം ഗെറ്റിംഗ് എ വാല്യൂ 9 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 9 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഏതോ സൈഡ് ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം 9-നെക്കാട്ടിയും താഴെയാണ് എന്ത് നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ നല്ല വേറൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ എടുത്തു. psi t prime, not prime, some psi t 2, വേറെ കളറിലെടുക്കാം. ദാറ്റ് ഇസ് ദിസ് psi t h prime psi t എടുത്തപ്പം എനിക്ക് അത്
3 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. അപ്പോൾ ഐ ആം ഗെറ്റിംഗ് സം മോർ പ്രിസൈസ് ആൻസർ. ഐ ആം സെയിങ് ദാറ്റ് മൈ ആൻസർ ഈസ് 3-നേക്കാട്ടിയും താഴെ. ഒന്നുകിൽ 3 ആണ്, അല്ലെങ്കിൽ 3-നേക്കാട്ടിയും താഴെയാണ്. ഒരിക്കലും 3-നേക്കാട്ടിയും മുകളിലല്ല നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സൈഡ് ട്രയൽ എച്ച് പ്രൈം അല്ല എച്ച് സൈഡ് ട്രയൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് തന്നെ കിട്ടും? 1 ഇലക്ട്രോൺ വോൾട്ട് തന്നെ കിട്ടും. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇഫ് യു നോ ദിസ് ഈസ് ദ എക്സാക്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, നമുക്ക് പറയാം സൈ ടി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഈ സൈ 1 തന്നെയാണ്. അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ എടുത്താലും നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു 0.5 ഇലക്ട്രോൺ വോൾട്ടോ അല്ലെങ്കിൽ 1-നേക്കാൾ താഴെയുള്ള ഒരു സിസ്റ്റം ഒരിക്കലും കിട്ടില്ല. യു നെവർ ഗെറ്റ് ദിസ്. ഓക്കെ, അതായത് അതിൻ്റെ ആക്ച്വൽ ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടി താഴെയുള്ള എനർജി ഒരു ട്രയൽ വേവ് ഫംഗ്ഷനും നമുക്ക് തരാൻ പറ്റില്ല എന്നുള്ളതാണ് വാരിയേഷൻ പ്രിൻസിപ്പിളിൻ്റെ പവർ. അല്ലെങ്കിൽ ആ ഹാമിൽട്ടോണിയന് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഉണ്ട്, അത് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്, അതിനേക്കാട്ടിയും താഴെയുള്ള എനർജി കിട്ടാൻ നിങ്ങൾക്ക് ഒരു വഴിയുമില്ല. ഓക്കെ, സോ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള എനർജി കൊടുക്കുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ അതിൻ്റെ കൺസെപ്റ്റ്? കൺസെപ്റ്റ് മനസ്സിലായോടോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ, മനസ്സിലായി സർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രോബ്ലങ്ങളാണ് ചെയ്യുന്നത്. അപ്പം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോൺ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലത്തിന് നമ്മൾ ട്രയൽ വേവ് ഫംഗ്ഷൻ കൊടുത്ത് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ അൺനോൺ ആയിട്ടുള്ളതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എച്ച് എന്ന് പറയുന്ന ഹാമിൽട്ടോണിന് 1 ഇലക്ട്രോൺ വോൾട്ടാണെന്ന് എനിക്ക് അറിഞ്ഞാലാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഞാൻ ഉത്തരം ശരിയാണെന്ന് പറയാം. ഓക്കെ, അതിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ എം ടേക്കിംഗ് എ നോൺ ഹാമിൽട്ടോണിയൻ. ഓഫ് കോഴ്സ് ദിസ് പ്രോസസ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ ടു സോൾവ് ദി നോൺ ഹാമിൽട്ടോണിയൻസ്, ബട്ട് നമ്മുടെ പഠിച്ച സാധനം ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നോൺ ഹാമിൽട്ടോണിയനുകൾ എടുത്തിട്ട് അതിൻ്റെ പിന്നെ എനർജികൾ ഈ പറഞ്ഞ വാരിയേഷൻ വെച്ച് ചെയ്യുമ്പോൾ ശരിയാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ഹാമിൽട്ടോണിയൻ എടുത്തു, എച്ച് എടുത്തു. അത് നമുക്ക് ഇപ്പം ഹാർമോണിക് ഓസിലേറ്റർ ആണെന്ന് വയ്ക്കുക. px²/2m പ്ലസ് ½ m ω² x². ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു യു ചൂസ് ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ യൂണിവേഴ്സലായിട്ട് എടുക്കുന്ന 1 ഡയമെൻഷൻ എടുക്കുന്ന ട്രയൽ വേവ് ഫംഗ്ഷനാണ് ഞാൻ നേരത്തെ എഴുതിയത്. ദാറ്റ് ഈസ് എ ഗോഷ്യൻ a ടൈംസ് e⁻⁻⁴ എങ്ങനെയിരിക്കും? x = 0-ൽ മാക്സിമം വാല്യൂ വരികയും പിന്നീട് എക്സ്പോണൻഷ്യലി കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷനാണിത്. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ. ചില പരീക്ഷയ്ക്ക് നമുക്ക് ട്രയൽ വേവ് ഫംഗ്ഷൻ അവർ തരും, ചിലപ്പം നമ്മളോട് എടുക്കാൻ വേണ്ടി പറയും. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ആക്ട് അക്കോർഡിംഗ്ലി. ഓക്കെ, ട്രയൽ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നീഡ് ടു നോർമലൈസ് ദിസ് ട്രയൽ വേവ് ഫംഗ്ഷൻ. ആദ്യം അതിനെ നോർമലൈസ് ചെയ്യണം. ഓക്കെ, നോർമലൈസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ബി ഉണ്ട്. ബിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. ഇവിടെ x² ആണ്. സോ ദിസ് ഷുഡ് ബി 1/x². ഓക്കെ, 1/length² ആയിരിക്കും. ഈ എ എന്ന് പറയുന്നത് 1/√length ആണ്. ആ എനെ ബിയുടെ ടേംസിൽ എഴുതുക എന്നുള്ളതാണ് ഈ നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിതിനെ യു ഹാവ് ടു അപ്ലൈ നോർമലൈസേഷൻ കണ്ടീഷൻ ദാറ്റ് -∞ മുതൽ +∞ വരെ psi t mod²
ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1 എന്ന് കൊടുക്കണം. സൈഡ് ടിക്ക് പകരം ആരെ കൊടുക്കണം? എ ഇ റേസ് ടു മൈനസ് ബി എക്സ് സ്ക്വയറിനെ കൊടുക്കണം. ഗാമ ഫംഗ്ഷൻ വെച്ചിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ 5 മിനിറ്റ്സ്. ഈ കോഷ്യൻ ട്രയൽ വേവ് ഫംഗ്ഷനെ ഒന്ന് നോർമലൈസ് ചെയ്ത് നോക്കിയേ. ഒരിക്കലും മാത്രം ചെയ്താൽ മതി, നമുക്ക് ഇനി എപ്പോഴും എപ്പോഴും ചെയ്യേണ്ടി വരില്ല. ബിക്കോസ് വി ഓൾറെഡി വൺസ് വി നോർമലൈസ് ദിസ് ഇറ്റ്സ് ഫിക്സ്ഡ്. കിട്ടിയോ? കിട്ടിയായിരുന്നോ? You will get an answer something like a is equal to square root of 2b by pi whole raised to 1 by 4 എന്ന് കിട്ടും. കിട്ടിയ ആർക്കെങ്കിലും?
കിട്ടിയായിരുന്നോടോ? ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം യു ഹാവ് ഇവിടെ ഒരു എ സ്റ്റാർ e raised to minus bx square ഉണ്ടാവും. Then you have a e raised to minus bx square dx integrating from minus infinity to plus infinity. So we have a mod a square minus infinity to plus infinity e raised to minus 2bx square dx which is equal to 1. The gamma function straight integral ആണ് e raised to minus 2bx square. Okay. അത് കൊടുത്ത് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? നോർമലൈസ്ഡ് ആയിട്ടുള്ള ട്രയൽ വേവ് ഫംഗ്ഷൻ കിട്ടി. സോ ഇതിൻ്റെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പോളിഷ് ദി ട്രയൽ വേവ് ഫംഗ്ഷൻ വിത്ത് ദ നോർമലൈസേഷൻ ഫാക്ടർ ദാറ്റ് ഇസ് 2b by pi raised to 1/4 e raised to minus bx square. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ട് ബി ആരാണ് എന്ന് നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ബിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ട്യൂണിങ് പാരാമീറ്റർ. ഓക്കെ, ഇവിടെയുള്ള ബിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്യൂണിങ് പാരാമീറ്റർ. ഓക്കെ, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് നെക്സ്റ്റ് ഇസ് വി ജസ്റ്റ് ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എച്ച് വിത്ത് ദിസ് psi t. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എച്ചിനെ കൈനറ്റിക് എനർജി ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും മാറ്റാം. സോ ഒരു കൈനറ്റിക് എനർജിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് വരും, ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് വരും. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് psi t. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഈ പൊട്ടൻഷ്യൽ മാറി മാറി വരുന്ന വേറെ വേറെ പ്രോബ്ലങ്ങൾ വരുമ്പോഴും ഈ പോർഷൻ സെയിം ആയിരിക്കും അല്ലേ, കൈനറ്റിക് എനർജി. ഇത് ഒരിക്കൽ കണ്ടുപിടിച്ചാൽ മതി, ഗോഷ്യൻ ട്രയൽ വേവ് ഫംഗ്ഷൻ ഇത് ഒരിക്കൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇത് മാത്രമാണ് പ്രോബ്ലം ടു പ്രോബ്ലം മാറാൻ പോകുന്നത്. ആർക്ക്? ഒരേ ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എം ഒമേഗ സ്ക്വയറിന് എക്സ് സ്ക്വയറിന് പകരം ഈവൺ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് റേസ് ടു 4 പൊട്ടൻഷ്യൽ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എന്തുപയോഗിക്കാം? ഈ പറഞ്ഞ പിന്നെ this part will be the same. കാരണം p square by 2m is the kinetic energy. This will not going to change even when you change the potential from x square to x raised to 4. ഓക്കെ, അപ്പം ഇത് മാത്രമാണ് പിന്നെ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടും. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഈ ഭാഗം ഞാൻ രണ്ടും കാണിക്കാം. ഇതിൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്താൽ മതി. എന്തൊക്കെയാണ് വരിക? ഒരു ഇൻറ്റഗ്രലാണിത്. ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ. psi t ക്ക് പകരം യു ഹാവ് 2b by pi raised to 1/4 e raised to minus bx square. Then p square by 2m നെ ഓപ്പറേറ്റർ ആകുന്ന സമയത്ത് മൈനസ് h cross square by 2m d square by dx square എന്നുള്ള ഓപ്പറേറ്ററാണ് വരിക p സ്ക്വയറിന്. ഓക്കെ, യു നോ ദാറ്റ്. And then you have the same wave function again, 2b by pi whole raised to 1/4 e raised to minus bx square dx. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. അതായത് ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, എന്നിട്ട് ഇതും കൂടെ ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അഗെയിൻ സ്റ്റിൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗാമ ഫംഗ്ഷൻ ആൻഡ് ദി ആൻസർ ഈസ് വെരി ഒബ്വിയസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഗാമ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ ഇൻ്റഗ്രേഷനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ്. നമുക്ക് പല ഇൻ്റഗ്രേഷനും ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ആൻഡ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി. ദിസ് ഈസ് ദ ഓൺലി പാരാമീറ്റർ ഹിയർ ബി. ഓക്കെ, ഇനിയുള്ള പാരാമീറ്റർ ബിയും ആൻസറിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്കിപ്പോൾ ഏകദേശം ഇത് കാണുമ്പോൾ തന്നെ പറയാം. അതായത് ബി ഉണ്ടാവും, പൈ ഉണ്ടാവും, എച്ച് ക്രോസ് ഉണ്ടാവും, എം ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു ആൻസറാണ് നമുക്ക് കിട്ടും. ബിക്കോസ് എക്സ് വിൽ ബി എലിമിനേറ്റഡ് ബൈ ദ ഇൻ്റഗ്രേഷൻ. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ദി ആൻസർ. ഈ ആൻസർ വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻസറാണ്, നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. That is equal to h cross square b by 2m. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജിയുടെ മാത്രം എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് h ക്രോസ് സ്ക്വയർ b by 2m ആണെന്ന് കിട്ടും. ഓക്കെ, നോക്കൂ, അതിൽ ആരൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ സാധനം കണ്ടുപിടിക്കാം. നോക്ക്, h ക്രോസ് സ്ക്വയർ ഉണ്ടാവും,
ഓക്കെ, അത് എവിടെയും പോവില്ല. എം ഉണ്ടാവും, എവിടെയും പോവില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ബി ഉണ്ടാവും. ഓക്കെ ഓക്കെ, ബി ഉണ്ടാവും. പൈ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ പൈ ബൈ ഇൻ്റഗ്രേഷൻ്റെ ആൻസറിൽ നിന്ന് കട്ടായി പോകുന്നതാണ് ആ പൈ. ഓക്കെ, സോ ദിസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ത്രീ തിങ്സ്. പൈ ഇസ് ജസ്റ്റ് എ നമ്പർ ഓഫ് കോഴ്സ്. ഈ ഡയമെൻഷൻ കളയാൻ പറ്റില്ല. എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ടാവണം, ബി ഉണ്ടാവണം, എം ഉണ്ടാവണം. ഓക്കെ, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഡയമെൻഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിസ് എനർജി എന്ന് മനസ്സിലാവും. ഓക്കെ, ശരി. ഇതേപോലെ നമ്മൾ ആരും ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജീനും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ദാറ്റ് ഈസ് സൈ ടി. അത് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയേ, ചെയ്യണ്ട, എഴുതിയാൽ മതി. ആ ഇൻ്റഗ്രലൊന്ന് എഴുതിയേ, എക്സ് സ്ക്വയർ സൈ ടി. ആ ഇൻ്റഗ്രലൊന്ന് എഴുതുക സ്വന്തമായിട്ട്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കറണ്ട് ഇല്ലാത്തതിനാലും എൻ്റെ മൊബൈലിൽ ചാർജ് തീരാറായതിനാലും ഫസ്റ്റ് സെഷനോട് കൂടി തന്നെ ക്ലാസ് മിക്കവാറും അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഹലോ, എടോ കേൾക്കുന്നില്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. ഹലോ, ഉണ്ട് അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ എന്ത് വരും? 2b/π raised to 1/4 e raised to minus bx square, and then you have the potential, that is half m omega square x square. Again you have 2b/π whole raised to 1/4 e raised to minus bx square. ഇവിടെ നിങ്ങൾക്ക് ഗസ് ചെയ്യാം, നിങ്ങളുടെ ഫൈനൽ ആൻസറിൽ എന്തൊക്കെ വരും എന്ന് ഇപ്പോൾ ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞു എല്ലാവരും. ഫൈനൽ ആൻസറിൽ എന്തൊക്കെ വരും? എക്സ് മുഴുവനായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്പറായി മാറും, എക്സ് ഉള്ള സാധനം മുഴുവൻ. ഓക്കെ, പിന്നെ ബാക്കി എന്തൊക്കെ ഉണ്ടാവും അതൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറയാമെങ്കിലും എന്തൊക്കെ വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡെഫിനറ്റ്ലി യു ഹാവ് എൻ എം ഒമേഗ സ്ക്വയർ ഉണ്ടാവും. പിന്നെ oh yeah, okay, you have a b. Actually let's say b raised to 1 by b raised to 1/4, b raised to 1/4. You have actually a 1 over b ആണ് വരിക. കാരണം ഈ റേസ് ടു മൈനസ് ബി എക്സ് സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ബി വരും. ഇവിടെ ഓൾറെഡി ഒരു റൂട്ട് ബി ഉണ്ട്. അങ്ങനെ എം ഒമേഗ സ്ക്വയർ ബൈ ബി ആണ് വരിക. ആൻഡ് ആക്ച്വലി ദറ്റ് ഇസ് ഇറ്റ്സ് എം ഒമേഗ സ്ക്വയർ ബൈ 8b.
ഒമേഗ സ്ക്വയർ ബൈ 8b ആണ് വരിക. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എച്ച് ക്രോ സ്ക്വയർ ബി ബൈ 2m ആൻഡ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ ബൈ 8b. നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആരുണ്ട്, ട്യൂണിങ് പാരാമീറ്റർ ഉണ്ട്, ബി എന്ന് പറയുന്ന ട്യൂണിങ് പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ഈ എച്ചിനെ ബി വെച്ച് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വി നീഡ് ടു മിനിമൈസ്, കാരണം നമുക്ക് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് വെച്ചാൽ ചെറുതിലേക്കാണ് കൊണ്ടിട്ടുണ്ട്. സോ വി നീഡ് ടു മിനിമൈസ് എച്ച് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ എങ്ങനെയായിരിക്കും എച്ചിനെ ബി വെച്ച് മിനിമൈസ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? മാത്തമാറ്റിക്കലി എന്ത് സ്റ്റെപ്പ് ഉപയോഗിക്കാം? എന്ത് സ്റ്റെപ്പ് ഉപയോഗിക്കാടോ? നമുക്ക് അതിന് ഡെറിവേറ്റീവ് എടുക്കാം. അതായത് ഡി ഓഫ് എച്ച് or of course dou of h by dou b which is equal to 0 എന്ന് കൊടുത്താൽ, ഈക്വേഷനിൽ കൊടുത്താൽ, that is dou by dou b of h cross square b by 2m plus m omega square by 8b equal to 0 കൊടുത്താൽ you will get a b വാല്യൂ കിട്ടും. ആ b വാല്യൂ ആണ് നമ്മുടെ b മിനിമം എന്ന് പറയുന്ന വാല്യൂ. ആ b മിനിമം എടുത്തിട്ട് തിരിച്ച് ആരിൽ കൊടുക്കുക? തിരിച്ച് നമ്മുടെ എച്ചിൽ കൊടുത്താൽ നമുക്ക് ആര് കിട്ടും? എച്ച് മിനിമത്തിന് കിട്ടും. ഓക്കെ, അതായത് എച്ചിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കിടപ്പുണ്ട്, ഇതിൽ ബി ഉണ്ട്, ബി ഉണ്ട്. ഈ രണ്ടിലും ബി മിനിമത്തിൻ്റെ വാല്യൂ ഇവിടുന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 കൊടുത്ത് കിട്ടുന്ന ബി മിനിമം വാല്യൂ തിരിച്ചു കൊടുത്താൽ യു വിൽ ഗെറ്റ് എച്ച് മിനിമം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ടത് യു ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ദിസ് ആൻഡ് ഫൈൻഡ് ബി മിനിമം. കണ്ടുപിടിക്കുക. എച്ച് ക്രോസ് സ്ക്വയർ ബി ബൈ 2m പ്ലസ് എം ഒമേഗ സ്ക്വയർ ബൈ 8b. ആക്ച്വലി ഈ വാരിയേഷൻ നടത്തുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ഇതൊരു വാരിയേഷൻ്റെ ടെക്നിക്ക്, ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ട്യൂണിങ് പാരാമീറ്ററിനെ മിനിമൈസ് ചെയ്യുന്നത് നമ്മുടെ വാരിയേഷൻ്റെ ഒരു ഐഡിയ ആണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഫിസിക്കൽ എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹൈഡ്രജൻ മോളിക്യൂള്, ഹീലിയം ആറ്റങ്ങളിലൊക്കെയും ഈ വാരിയേഷൻ പാരാമീറ്ററിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്റർ. നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ നിർത്തും ഇന്ന ക്ലാസ് കേട്ടോ. We will continue some other day. കിട്ടിയ ആർക്കെങ്കിലും ബി മിനിമത്തിന്റെ വാല്യൂ എത്രയാണ്? m omega by 2h. Okay, nice. So നമുക്ക് വാല്യൂ കിട്ടി, that is b minimum equal to m omega by 2h cut. അതെടുത്ത് തിരിച്ച് നമ്മുടെ എച്ചിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. എച്ച് is equal to h cross square b by 2m plus m omega square by 8b എന്നാണ്. ആ ബിക്ക് പകരം ആരെ കൊടുക്കുന്നു? ഞാൻ ഈ ബി മിനിമത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. ബി മിനിമത്തിന് പകരം ഐ ക്യാൻ റീപ്ലേസ് ദിസ് എം ഒമേഗ ബൈ
2h cut plus this second term is m omega square by 8 into b minimത്തിന് പകരം m omega by 2h cut എന്നുള്ളത് മുകളിൽ പോകും. ഓക്കെ, സോ എന്താണ് കിട്ടുക ലാസ്റ്റ് ആൻസർ? സോ ദിസ് ഇസ് ഈക്വൽ ടു h cross square, h cross പോയി, m പോയി, സോ യു ഹാവ് എ 1/4 h cross omega പ്ലസ് ഇവിടെ m പോയി, 2 8 പോയി 4 omega square പോയി, again you have 1/4 h cross omega, and this is equal to exactly 1/2 h cross omega. This is exactly the ground state energy. Why this is exactly the ground state energy എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ട് കിട്ടി നമുക്ക്? എന്തുകൊണ്ട് ഹാഫ് h cross ഒമേഗയൊക്കെ കൂടിയ ഒരു വാല്യൂ കിട്ടിയില്ല? നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, കൂടിയതോ ഈക്വൽ എന്നാണ്. ഈക്വൽ എന്നുള്ള കണ്ടീഷൻ നമ്മുടെ ഉണ്ട് ഒബ്വിയസ്ലി, ആൻഡ് ദാറ്റ് കണ്ടീഷൻ ലീഡ്സ് ടു ദാറ്റ് നമ്മൾ എടുത്ത വേവ് ഫംഗ്ഷൻ തന്നെയാണ്, ഗോഷ്യൻ ആയിട്ടുള്ള ഈ വേവ് ഫംഗ്ഷൻ തന്നെയാണ് ആരുടെ പിന്നെ വാല്യൂ, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ട്രയൽ വേവ്. അത് അറിയണമെങ്കിൽ ഇവിടെ എഴുതിയ ഈ സാധനമില്ലേ, ഈ ട്രയൽ വേവ് ഫംഗ്ഷനിലെ ബിക്ക് പകരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ബി മിനിമം കൊടുത്താൽ നിങ്ങൾക്ക് ആരെ തന്നെ കിട്ടും? ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ തന്നെ കിട്ടും. ഇവിടുത്തെ ബി ഉണ്ടല്ലോ, ഈ ബികൾക്കൊക്കെ പകരം ഇപ്പോൾ കണ്ടുപിടിച്ച ബി മിനിമം ഇല്ലേ, ഏതാ ബി മിനിമം? ഈ സാധനം ഇത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിൽ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത പ്രോബ്ലങ്ങൾ ഇനി ഉണ്ടാവും, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സ്ട്രീംലി സോറി, നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഒന്നുകൂടെ പറയാം, വാരിയേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ അൺനോൺ ആയ ഹാമിൽട്ടോണുകളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ അപ്പർ ബൗണ്ട്, വേറെ എനർജിയും പറ്റില്ല, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ വരുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഓക്കെ, ഇത് വെച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നോൺ സിസ്റ്റങ്ങൾ നമ്മൾ പരിശോധിക്കും. ഇനി ഡെൽറ്റ ഫംഗ്ഷൻ നോക്കാനുണ്ട്. അതുപോലെ 1-2 സിസ്റ്റങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ ഹീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും നമ്മൾ പരിശോധിക്കും. ഓക്കെ, തൽക്കാലം നിർത്തട്ടെ.